നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആപ്പിൾ വെച്ചിട്ട് നല്ലൊരു അടിപൊളി മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു അടിപൊളി മിൽക്ക് ഷേക്കായത്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആപ്പിൾ അധികം ഇഷ്ടമില്ലാത്തവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്കിന് ഒരു ആപ്പിൾ മാത്രം മതിയാവും. അപ്പോൾ ഒരു ആപ്പിളിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കാഷ്യൂ നട്ട്സിന് പകരം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് കപ്പലണ്ടിയാണ്. അപ്പം 1 ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടി അതിൻ്റെ തൊണ്ട് കളഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒരു ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലോ ലൈക്ക് കൊടുത്തേക്കണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്തവർ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അടിച്ച ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തിക്നെസ്സിലല്ല ഇത് അടിച്ചെടുത്തത്. ഇനി കുറച്ചും കൂടെ കട്ടി നിങ്ങൾക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടെ ആപ്പിളും പിന്നെ കപ്പലണ്ടിയും ചേർത്തിട്ട് അടിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിളിൻ്റെ ഒരു കഷ്ണം നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കപ്പലണ്ടിയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഈ ആപ്പിളും കപ്പലണ്ടിയൊക്കെ കൂടി നമ്മളിത് കഴിക്കുമ്പം അത് കടിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്